നല്ല ജീവൻ്റെ തുടുപ്പുള്ള പച്ചമണ്ണ്, നല്ല വൃത്തിയുള്ള മണ്ണിര കമ്പോസ്റ്റ്, നല്ല പവൻ്റെ കളറുള്ള നെല്ലുകുത്തിയ ഉമി ഉണ്ടെങ്കിൽ അല്പം വാമ് നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കും. ഇതുപോലെ നല്ല പച്ച ജീവൻ്റെ മണ്ണിൻ്റെ ഗന്ധം. എന്നിട്ട് അങ്ങോട്ട് ഡ്രമ്മിലോ ഇതുപോലുള്ള എയർപോർട്ടിലോ കവറിലോ അങ്ങോട്ട് മണ്ണങ്ങോട്ട് നിറയ്ക്കുക. എന്നിട്ട് പ്ലാന്റ് അങ്ങോട്ട് എടുക്കുക. ഇത് ജപ്പാൻ വൈറ്റ് ഗുവയാണ്. അങ്ങോട്ട് കവർ അങ്ങോട്ട് മാറ്റുക. ദൈവത്തെ വിളിച്ചങ്ങോട്ട് നടുക. മനസ്സിലൊട്ടും അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് ദൈവമാണ്. കണ്ടോ, എല്ലാവർക്കും എല്ലാ വീട്ടിലും ഇതുപോലെ ധാരാളം ഫ്രൂട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. ഇതിൽ ഡ്രമ്മിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതുപോലത്തെ ഒരു 10 പ്ലാന്റ് നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ ഇത് നിൽക്കുന്നത് തന്നെ ഒരു ഐശ്വര്യമാണ്. എന്ത് ഭംഗിയാണിത്! നിറയെ മുന്തിരി ഉണ്ടായി കിടക്കുകയാണ്. അപ്പോൾ ഇത് റെഡ് ഹൈബ്രിഡ് എന്നുള്ള ഇനമാണ്. ഇതിന് അല്പം സീഡിന് വലിപ്പം കൂടുതലുണ്ട്. എന്നാൽ സീഡിന് വലിപ്പം കുറഞ്ഞ ഇനങ്ങളും നമുക്കുണ്ട് കേട്ടോ. പ്രക്കോഷി ജൈൻ്റ് ഉണ്ട്, പ്രക്കോഷി ഉണ്ട്, നല്ല മധുരവും ഫ്ലഷ് കൂടുതൽ, സീഡ് ചെറുതാണ്. ഡീക്യാബിനുണ്ട്. അതിന് 10 ഫ്രൂട്ട് പറിച്ചാൽ 5 എണ്ണത്തിന് സീഡില്ല, സീഡ് വളരെ ചെറുതാണ്. നമുക്കൊരു ഫ്രൂട്ട് ഒന്ന് പറിച്ചു നോക്കാം. ഞാൻ പൊട്ടിച്ചെടുത്തു. ഇതുണ്ടോ, ഇത് നല്ല ബ്ലാക്ക് കളറാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് കഴിക്കാം. ഇതായിട്ടില്ല, നല്ല കറുപ്പ് നിറമാകുമ്പോഴാണ് നല്ല മധുരം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മരമുതിരി നട്ടിട്ട് ബ്ലാക്ക് കളറാകുമ്പോഴേ പൊട്ടിക്കാവൂ, എങ്കിലേ കറക്റ്റ് മധുരം കിട്ടിയുള്ളൂ. റെഡ് ഹൈബ്രിഡ് ഒന്ന് പൊട്ടിക്കാം. വേണ്ടല്ലേ, നല്ല ജ്യൂസിയാണ്. കണ്ടോ, ചാറൊഴുകിയാണ്, നല്ല ഫ്രഷ് ഉണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ റെഡ് ഹൈബ്രിഡ് മരമുന്തിരി ഒന്ന് കഴിക്കുകയാണ്. 2 സീഡുണ്ട്, അത്യാവശ്യം ഫ്ലഷ് ഉണ്ട്. ഈ ഒരു ഇനത്തിൻ്റെ ഒരു ഡ്രോബാക്ക് സീഡിന് വലിപ്പം കൂടുതലുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കുഴി എടുക്കുക. നല്ല കമ്പോസ്റ്റൊക്കെ ചേർത്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് പ്ലാന്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചങ്ങനെ നടണം. ഇത് ജാർവി റെഡ് ഗുവയാണ്. ഇതിൽ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ജപ്പാൻ പേര പോലെ തന്നെ റെഡ് കളറായിട്ട് നല്ല ടേസ്റ്റ് മധുരമുള്ള ഇനമാണ് ജാർവി റെഡ് 1. അപ്പോൾ അങ്ങനെ മണ്ണിലങ്ങ് കുഴിച്ചിടുമ്പോൾ ഇങ്ങനെ അങ്ങ് ഫ്രൂട്ടുകൾ ഉണ്ടാവും. ഇതുണ്ടോ, പിങ് പോങ് ലോങ്, എന്ത് സൈസാന്ന് നോക്കി ഫ്രൂട്ടിന്. ഒരു കൊല നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, പിങ് പോങ് ലോങ്. ദേ നിറയെ ഫ്ലവർ, ഇവിടെയൊക്കെ നിറയെ ഫ്ലവറാണ്. കായകളൊക്കെ പിടിച്ചു വരുന്നു. ഇതിങ്ങനെ വള്ളി പോലെ ഇങ്ങനെ പടർന്ന ഇനമാണ്. ഇപ്പോൾ ഇവിടെയുണ്ട് ഒരു കൊല, നിറയെ ഫ്ലവറുകളാണ്. ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ ഗേറ്റിൻ്റെ അടുക്കലേക്കൊക്കെ വന്നിരിക്കുക. നമുക്ക് ഈ കൊലയോടെ ഒന്ന് കട്ട് ചെയ്യാം. ലോങ്ങൻ പിങ് പോങ്. അങ്ങനെ നമ്മൾ പ്ലാന്റുകളൊക്കെ കുഴിച്ചിട്ട് കഴിയുമ്പോൾ ഇങ്ങനെയും ചില അനുഭവങ്ങളുണ്ടാവും. ഇതുണ്ടോ, നല്ല പച്ച ചാമ്പ, നല്ല ജ്യൂസിയാണ്, അത്യാവശ്യം മധുരമുണ്ട്. ഈ ചാമ്പയിൽ ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ഒന്നും ചെയ്തതല്ല. പലർക്കും സംശയമാണ്. ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു. ഈ ഒരു കൊമ്പിൽ മാത്രം വ്യത്യസ്ത കളറുള്ള, വ്യത്യസ്ത ഫ്ലേവറുള്ള, സൂപ്പർ മധുരമുള്ള ചുവന്ന ചാമ്പയ്ക്ക ഉണ്ടാകും. കണ്ടോ, നല്ല ചുവന്ന കളർ. ഇവനെ ഒരെണ്ണം ഒന്ന് പൊട്ടിക്കാം. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു, നല്ല മധുരമായിരുന്നു. ഇത് നമ്മൾ കുറച്ച് മുമ്പ് പൊട്ടിച്ചെടുത്ത ഇതുണ്ടല്ലേ, ഇതേ ഇവിടെ കണ്ടോ, ഗ്രീൻ ചാമ്പ. ഇത് നിറയെ ഗ്രീൻ ചാമ്പകളാണ്. കണ്ടോ, ഇവിടെയൊക്കെ ചാമ്പകളാണ്, ഗ്രീൻ ചാമ്പകളാണ്. ഗ്രീൻ ചാമ്പ നല്ല ക്രിപ്സിയാണ്, ജ്യൂസിയാണ്. മഴയായിട്ട് അത്യാവശ്യം മധുരമുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. ഈ ഒരു ചാമ്പയിലെ വർണ്ണഭേദങ്ങൾ, ഒരു ചാമ്പയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചാമ്പകൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അപ്പം ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കാണാൻ തന്നെ നമ്മുടെ പറമ്പിനൊരു അഴകാണ്. ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. നല്ല ചുമന്ന ചാമ്പ, നല്ല സൈസുള്ള നല്ല ചുമന്ന ചാമ്പ, ഗ്രീൻ ചാമ്പയിലുണ്ടായ ചാമ്പയ്ക്കാണ്. ഈ ഒരു ചാമ്പയിൽ 5ഓളം വെറൈറ്റികൾ നമ്മളിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ. മണ്ണിലൊരു കുഴിയെടുത്തു, അത് കമ്പോസ്റ്റ് ചേർത്ത് നട്ടു. പിന്നെ ഒരല്പം നമുക്ക് മെനക്കെടാൻ ടൈമുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മഴയില്ലെങ്കിൽ നല്ല സൂപ്പറാണ് ചാമ്പയ്ക്ക. നല്ല ടേസ്റ്റുള്ള
ചാമ്പയ്ക്ക. ഇത് ദൽഹരി ചാമ്പയാണ്, നിറയെ ഉണ്ടാക്കി കിടക്കുകയാണ്. ദൽഹരി നമുക്ക് പൊട്ടിക്കാം. ദൽഹരി ചാമ്പ. നമുക്ക് മനസ്സും അല്പം മണ്ണും ഉണ്ടെങ്കിൽ ഇങ്ങനെ വ്യത്യസ്തമായ ഫ്രൂട്ടുകൾ ഇതുപോലെ കൊലകണക്കിന് വിളയിച്ചെടുക്കാൻ കഴിയും. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നിറയെ വിളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ടേസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ലോങ്ങൻ ഫ്രൂട്ട് തന്നെ കഴിക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ സൈസ് കണ്ടില്ലേ, നല്ല സൈസുണ്ട് കേട്ടോ. ഈ ഒരു പിങ് പോങ് ലോങ്ങന് ഉണ്ടാകുമ്പോൾ നല്ല റെഡ് കളറാണ്. അതിനുശേഷം ഈ ബ്രൗൺ കളറിലേക്ക് ഇത് ഉണ്ടോ, ഇവിടെ അല്പം റെഡ് ഷെയ്ഡുണ്ട്. ഇത് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ബ്രൗൺ കളറിലേക്ക് വരുമ്പോഴാണ് ഇത് നന്നായിട്ട് പഴുത്തായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. പലർക്കും ഇങ്ങനെ ലോങ്ങൻ്റെ പഴുപ്പിനെ കുറിച്ച് സംശയങ്ങളുണ്ട്. ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ ഇത് പഴുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് നല്ല സ്മെല്ലുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. പോറിനെ ഞാൻ പൊട്ടിക്കുക. ഉണ്ടോ, നല്ല ജ്യൂസിയാണ്. ഉണ്ടോ, നല്ല ജ്യൂസിയാണ്. നന്നായിട്ട് ഫ്രഷ് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, പിന്നെ സൈസ് ഉണ്ടല്ലേ, നല്ല സൈസാണ്. ലോങ്ങൻ ഫ്രൂട്ട് ഞാനൊന്ന് കഴിക്കുകയാണ്. നല്ല സൂപ്പർ മധുരം കേട്ടോ. ഇത്രയും മഴ പെയ്തിട്ടും എന്താ ഒരു മധുരം. ഇന്നലെയൊക്കെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു ഇവിടെ. നല്ല മധുരമുണ്ട്. ഇതാണ് ഇതിൻ്റെ സീഡ്. ചെറിയൊരു സീഡാണ്. രണ്ടുപാറിനോടെ ഒന്ന് പൊട്ടിക്കാം. ചില സീഡുകൾ തീരെ ചെറുതാകാറുണ്ട്, ചിലത് വലിപ്പമുള്ള സീഡ് കിട്ടാറുണ്ട്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചത് ചെറിയ സീഡാണ്. ഇതും കൂടെ നമുക്കൊന്ന് നോക്കാം. നല്ല സൈസുണ്ട്, നല്ല ഫ്രഷ് ഉണ്ട്. ഇതിന് നല്ലൊരു ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ഒരു ലോങ്ങനാണിത്. ഇത് പിങ് പോങ്ങിൻ്റെ പല ടൈപ്പ് ഉണ്ടെന്ന് തോന്നും, പക്ഷെ ഇത് നല്ല മധുരമുണ്ട്, ടേസ്റ്റ് ഉണ്ട്. അതുപോലെ വലിയ ഫ്രൂട്ടാണ് ഉണ്ടാകുന്നത്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സീഡിൻ്റെ വലിപ്പം നോക്കാം. നല്ല ഫ്ലഷ് ഉണ്ട്. ഉണ്ടോ, നല്ല ഫ്ലഷാണ്. സീഡ് ഒരു ആവറേജ് വലിപ്പമുള്ളൂ. വലിയ സീഡെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആവറേജ് സീഡേ ഉള്ളൂ. ഇതിലും ചെറിയ സീഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കാമ്പുണ്ട്. അതുപോലെ ഒരു ആവറേജ് വലിപ്പമുള്ള സീഡേ ഉള്ളൂ. നമുക്ക് ഈ ചാമ്പകളൊന്ന് കഴിച്ചു നോക്കാം. ഇത് റെഡ് ചാമ്പയാണ്. അപ്പോൾ ഇതിൻ്റെ ഇനം ഏതാണെന്ന് എനിക്കറിയത്തില്ല, കാരണം നമ്മളിതിൽ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടേ പല ഇനം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ പൊതുവേ ചാമ്പയ്ക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ മധുരം കുറയാറുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കാം. ഒരു പ്രത്യേക ഫ്ലേവറുണ്ട്. ലോങ്ങൻ കഴിച്ചാറിന് മധുരം കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല, എങ്കിലും അത്യാവശ്യം മധുരമുണ്ട്. നല്ലൊരു ഇനമാണ്. ഇത് മറ്റൊരു ഇനമാണ്. ആദ്യം കഴിച്ചതിനേക്കാൾ സൈസ് അല്പം ചെറുതാണ്. അകത്ത് സീഡില്ല. നല്ല മുറുക്കമുണ്ട്. അല്പം കൂടെ പഴുക്കാനുണ്ട്. നല്ല ക്രിപ്സിയാണ്. മഴയായിട്ട് അത്യാവശ്യം മധുരമുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ദൽഹരി ചാമ്പയാണ്. അപ്പോൾ ഇത് പഴുത്തിട്ടില്ല ശരിക്കും. ഈ മഴയും കൂടെ കാരണം ഇതിന് മധുരം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉൾവശം റെഡ് കളറാവും. അത്യാവശ്യം ഈ ഭാഗങ്ങളൊക്കെ നല്ല റെഡ് കളർ വരും, അപ്പോഴാണ് ഇത് പാകമാകുന്നത്. എന്തായാലും ഇത് പാകമായി വരുന്നേ ഉള്ളൂ. നമുക്കിതും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ഒരു ഫ്ലേവറുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതെനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ നല്ല ജ്യൂസിയാണ്, കഴിക്കാൻ പ്രത്യേക ഒരു സുഖമുണ്ട്. മഴയായിട്ട് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. ഉണ്ടോ, ഇതിൽ ഗ്രീനുണ്ട്, അപ്പോൾ തന്നെ റെഡും ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഞാനതൊന്ന് കാണിച്ചു തരാം. നല്ല ഗ്രീൻ ചാമ്പയാണ്. ഇതേ ഇവിടെ ഒരെണ്ണം കളഞ്ഞടക്കമുണ്ട്. മഴ പെയ്തിട്ടും ആവറേജ് മധുരം, നല്ല ക്രിപ്സിയാണ്, ജ്യൂസിയാണ്. കണ്ടോ, ഒരു റെഡ് ചാമ്പയ്ക്ക. ഇതുണ്ടോ, ഗ്രീൻ. ഈ ഒരു കമ്പിൽ മാത്രമാണ് ഈ കളറ് ചാമ്പയ്ക്ക ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പോളിനേഷൻ വഴിയാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പലരും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സീഡ് പാകിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഗ്രാഫ്റ്റ് ഒന്നും ചെയ്തതല്ല. ഇതിൻ്റെ ഇലയ്ക്കും ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ പലരും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോളിനേഷൻ വഴി വന്നതായിരിക്കും, അല്ലാതെ ഒരു സാധ്യതയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിവിടെ വെച്ച് ഇതൊന്ന് ലെയർ ചെയ്യാൻ പോവുകയാണ്. ലെയർ ചെയ്യാൻ ഇവിടെ നമ്മളത്
സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇത്ര ഭാഗം. ലെയർ ചെയ്യാണ്. മാത്രമല്ല ഒരു കമ്പെടുത്ത് എൻ്റെ വേറെ ഒരു ചാമ്പയുണ്ട്, അതിലേക്ക് ബീഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുക. സത്യാവസ്ഥ മനസ്സിലാക്കാം. വേണ്ടല്ലേ, ഈ ഒരു കമ്പിൽ മാത്രമാണ്. ഇതിനി നല്ല റെഡ് വരും, നല്ല സ്വീറ്റാണ്, നല്ല ഹാർഡാണ്, അപ്പോൾ തന്നെ നല്ല സ്വീറ്റാണ്, മഴയത്ത് നല്ല മധുരമാണ്. ഇവിടെയൊക്കെ ഗ്രീൻ, ഇത് ഗ്രീൻ ചാമ്പയാണ്. ഇവിടെ നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഗ്രീൻ ചാമ്പ. അപ്പോൾ ഈ ചാമ്പയിൽ നിന്ന് വന്ന ഒരു കമ്പിൽ മാത്രമാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ആർക്കും അത് വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് സത്യമാണ്. ആ ഒരു കമ്പിൽ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഈ ഒരു കമ്പിൽ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് വന്ന ഈ കമ്പിൽ, അതിൻ്റെ തൊട്ടടുത്തുള്ള കമ്പിൽ ഗ്രീനാണ്. ഇവിടെ നിന്ന് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ, കണ്ടോ. ഇതിൽ നിന്ന് വരുന്ന ഈ കമ്പിലുള്ള ചാമ്പയ്ക്ക മാത്രം ഈ ഒരു കളർ വന്നിരിക്കുക. ഇത് ശരിക്കും പഴുത്തിട്ടില്ല എങ്കിലും ഞാൻ ഓരോന്ന് പൊട്ടിച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് ടേസ്റ്റ് നോക്കാം. നല്ല റെഡ് കളറാവും, കണ്ടോ. പ്രത്യേക ഫ്ലേവർ. ഇപ്പോൾ തന്നെ അത്യാവശ്യം മധുരമുണ്ട്, നല്ല ഹാർഡാണ്, ഒട്ടും ജ്യൂസി അല്ല. ലെയർ ചെയ്യാൻ പോവുകയാണ്. ഒരു കമ്പെടുത്ത് മറ്റൊരു ചാമ്പയിലേക്കൊന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ലെയറിങ്ങിനായിട്ട് ഞാൻ അലൂമിനിയം ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അലൂമിനിയം ഫോയിൽ പേപ്പറിൽ നല്ല പച്ചമണ്ണ്, അല്പം നല്ല വൃത്തിയുള്ള നന്നായിട്ട് ഉണങ്ങി പൊടിച്ച വൃത്തിയുള്ള ചാണകം, അല്പം വാമ്. ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചാമ്പ ഉണ്ടാകുന്ന ഈ കമ്പ് ഒന്ന് ലെയറിങ് ചെയ്യാൻ പോവുകയാണ്. ഈ ഹോർമോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കറ്റാർ വാഴ നമുക്ക് ഉപയോഗിക്കാം. ഒരല്പം എടുത്തിട്ട് ഈ സ്കിൻ കളഞ്ഞ ഭാഗത്ത് എൻ്റെ അടിയിലും മുകളിലുമായിട്ട് നന്നായിട്ടിത് തേച്ച് കൊടുക്കാം. ഇത് വളരെ സക്സസ് ആയിട്ട് എനിക്ക് ഇവിടെ പലതും നമ്മൾ ഇതുപോലെ ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ചാമ്പകൾ എടുത്തിട്ടുണ്ട്, അതുപോലെ അത്തിയുടെ കമ്പുകളൊക്കെ ലെയർ ചെയ്ത് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് പകരം കറ്റാർ വാഴ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. അതൊന്നും ഉപയോഗിക്കാതെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മളിതൊന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഒരു പരീക്ഷണമാണ്. ഈ എയർ ലെയർ ചെയ്ത കമ്പിൽ ഈ സെയിം ചാമ്പയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ അലൂമിനിയം ഫോയിൽ പേപ്പറിലെടുത്ത് നമ്മൾ തയ്യാറാക്കിയ മിശ്രിതം നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ അലൂമിനിയം പേപ്പർ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇത് വലിയ കമ്പുകളൊക്കെ ആകുമ്പോൾ വലിയ ഷീറ്റ് എടുക്കുക, കുറച്ചുകൂടെ മണ്ണെടുക്കുക. ഇതിപ്പോൾ ഞാനൊരു ചെറിയ കമ്പായതുകൊണ്ട് ചെറിയൊരു ഷീറ്റ് അല്പം മണ്ണുമേ എടുത്തിട്ടുള്ളൂ. ചൂടുള്ളത് കൊണ്ട് അല്പം വെള്ളം കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്, അല്പം ലൂസാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ ഈ പേപ്പർ ആകുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അല്പം ജലാംശം കൂടുതലുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഇതിനെ ഒന്ന് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ ഉറച്ചു നിൽക്കാനുള്ള സാധ്യത കുറവാണ്. കെട്ടി നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ ഈ ചൂടുള്ളത് കൊണ്ട് ഞാൻ ഒരു പേപ്പർ കൊണ്ട് ഇതിനൊരു ചെറിയൊരു പ്രൊട്ടക്ഷൻ കൂടെ കൊടുക്കുകയാണ്. എന്നിട്ടിത് നനച്ചു കൊടുക്കും. ഈ ചൂടുള്ളത് കൊണ്ട് ഇപ്പോൾ മഴ ഉണ്ടെങ്കിലും പകൽ നല്ല ചൂടാണ്, ഈ സമയത്ത് പിടിച്ചു കിട്ടാൻ ചില ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നനച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെ എയർ ചെയ്ത് ഈ വേനൽക്കാലത്ത് തന്നെ ഞാൻ ചാമ്പയുടെ ധാരാളം തൈകൾ എടുത്തിട്ടുണ്ട്, അത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ പിങ് പോങ് ലോങ്ങൻ ലെയർ ചെയ്തത് നമുക്ക് കാണാം. ഇതിനെ അവിടെ ആണെങ്കിൽ ഒരു വള്ളിയോടെ ഇട്ട് നല്ല ടൈറ്റ് ചെയ്ത് അവിടെ കിട്ടിയാൽ മതി, അവിടെ ഇരുന്നോളും. ഇച്ചിരി വെള്ളം കൂടുതലായിപ്പോയി, അത് നമ്മൾ ഈ വേനലിനെ പ്രതീക്ഷിച്ചാണ്, അല്ലെങ്കിൽ ഇത്ര ലൂസ് വരത്തില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടോ? അപ്പോൾ നമ്മളിവിടെ ഇത് ലെയർ ചെയ്തു. നമ്മൾ ഈ കമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് വേറെ ഒരു ചാമ്പയിലേക്ക് ഇത് ബീഗ്രാഫ്റ്റ് ചെയ്യാൻ പോയാൽ എന്നാൽ പച്ചയിൽ റെഡ് കളർ ഉണ്ടാകുന്ന, നല്ല റെഡും ഉണ്ടാകുന്ന ഈ കമ്പ് ഒരെണ്ണം കട്ട് ചെയ്തു. നമുക്കിത് വേറെ ഒരു ചാമ്പയിലേക്ക്, എൻ്റെ വേറെ ഒരു ഷുഗർ ക്യാൻ ചാമ്പയുണ്ട്, അതിലേക്ക് നമുക്കിത് ബീഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചാമ്പ ബീഗ്രാഫ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു കവറെടുത്ത് ഇതിൽ സാഫോ അല്ലെങ്കിൽ ഫംഗിസൈഡ് നമ്മൾ അല്പം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതൊന്ന് സാനിറ്റൈസർ ചെയ്യണം.
അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ കവറ് കെട്ടി ഇതൊന്ന് കെട്ടിവെക്കാം. അപ്പോൾ ചൂടുകാലമായതുകൊണ്ട് പിടിക്കാനുള്ള സാധ്യത അല്പം കുറവുണ്ട്. പിടിച്ചില്ലേ നമുക്കൊന്നുകൂടെ മഴക്കാലത്ത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാമ്പയിലുണ്ടായ വ്യത്യസ്തമായിട്ടുള്ളൊരു ചാമ്പയ്ക്ക. അപ്പോൾ അതിൻ്റെ ഒരു കമ്പെടുത്ത് മറ്റൊരു ചാമ്പയിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലുണ്ടാകുമ്പോൾ അത് നമുക്ക് കൺഫേം ചെയ്യാം. വള്ളി പോലെയുള്ള ഈ പിങ്ക് കളറുള്ള പിൻപോങ്ങിൽ നിറയെ ഇപ്പോൾ ഫ്ലവറിങ്ങും അതുപോലെ ആ സമയത്ത് ഫ്രൂട്ടിങ്ങും ഇവിടെ ഇങ്ങനെ വള്ളി പോലെ വളഞ്ഞ് നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെയുണ്ട് ഈ ഒരു കമ്പ് ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഇതിങ്ങനെ വള്ളി പോലെ പടർന്ന് പന്തലിക്കുന്നതാണ്. അതെ, ഇവിടെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിറയെ കായാണ്. ഇത് കണ്ടോ, നിറയെ കാ പിടിച്ചിരിക്കുകയാണ്. പിങ്ക് പോങ് ലോങ് കണ്ടോ, മറ്റൊരു കമ്പിൽ നിന്ന് വന്നിരിക്കുന്ന ഫ്ലവറാണ്. ഇതിങ്ങനെ വളഞ്ഞ് ഇതിൻ്റെ താഴത്തെ കമ്പിതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് കണ്ടോ ഇങ്ങനെ പോയിരിക്കുക. പോയിട്ടിത് നമ്മൾ ഇതിൽ ലെയർ ചെയ്തതാണ്. ഇത് കണ്ടോ, ഇത് ലെയർ ചെയ്തതാണ്. ലെയർ ചെയ്ത കമ്പിൽ നിന്ന് ഇത് ഫ്ലവർ ചെയ്തതുണ്ടോ. അപ്പോൾ ഇങ്ങനെ നിറയെ ഇതിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വള്ളി പോലെ പോയിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഓർമ്മയോടെ ഒന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരമാണ്. പുതിയ പൂക്കളൊക്കെ വരുന്നുണ്ട്. ഞാൻ കഴിച്ചാൽ ഏറ്റവും വലിപ്പവും അതുപോലെ എനിക്ക് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട്. മഴയായിട്ടും നല്ല മധുരമായിരുന്നു. നമുക്ക് ഓർമ്മയോടെ ഒന്ന് കഴിച്ചു നോക്കാം. ഇതല്ലേ, നല്ല ജ്യൂസിയാണ്. കണ്ടോ, ചാറൊഴുകയാണ്. കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ പിങ്ക് പോങ് ലോങ്ങൻ ഒന്നുകൂടെ ഒന്ന് കഴിക്കുകയാണ്. ഹായ്, നല്ല മധുരം, തേൻ മധുരമാണ്. നല്ല പ്രത്യേകമായ ഫ്ലേവറുണ്ട്. ആവറേജ് വലിപ്പമുള്ള സീഡാണ് ഈ പിങ്ക് പോങ്ങിൻ്റെത്. ചിലതിന് സീഡിന് തീരെ വലിപ്പക്കുറവാണ്. ഇത് വ്യത്യസ്തമായിട്ടുള്ള എൻ്റെ ഒരു റംബൂട്ടാനാണ്. ഒരു 100 കിലോ ഒക്കെ ഇതിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുക്കാറുണ്ട്. ഈ വർഷവും നല്ല കപിടുത്തമാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ ചിലപ്പോൾ ഇത് വർഷത്തിൽ 2 തവണയൊക്കെ കായ്ക്കാറുണ്ട്. ഇത് കണ്ടോ, നിറയെ കപിടിച്ചിരിക്കുകയാണ്. ഇവിടെ ഉള്ളതിൽ എനിക്കിവിടെ ഒരു 6-7 വെറൈറ്റി റംബൂട്ടാനുണ്ട്. അതിലേറ്റവും ജ്യൂസി മധുരമായിട്ടുള്ള കടും മധുരം ആയിട്ടുള്ളൊരു റംബൂട്ടാനാണിത്. വൈറ്റ് ലോങ്ങനാണ്. നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, നിറയെ ഫ്ലവറിങ് ആണ് വൈറ്റ് ലോങ്ങൻ. വൈറ്റ് ലോങ്ങൻ നിറയെ ഫ്ലവർ ചെയ്തിരിക്കുക, കണ്ടില്ലേ. അതുപോലെ സീസർ, ഈ 35 ഒക്കെ നിറയെ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. റംബൂട്ടാൻ എല്ലാവർക്കും ഇപ്രാവശ്യം നിറയെ ഉണ്ടായിട്ടുണ്ടല്ലോ. 4 സീസൺ ലോങ്ങനാണ്. 4 സീസൺ. ഇത് 5-ാം വർഷം ആദ്യമായിട്ട് കായ്ച്ച എൻ്റെ ഒരു മംഗോസ്റ്റിനാണ്. കായൊക്കെ റെഡിയായി വരുന്നു. 10-20ഓളം കായകൾ ഫസ്റ്റ് ടൈമിൽ തന്നെ ഇതിന് ഉണ്ടായിട്ടുണ്ട്. സീസർ റംബൂട്ടാനും മോശമല്ല, നല്ല കൊഴിച്ചിലുണ്ട് ഇതിനെങ്കിലും, പക്ഷെ നന്നായിട്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് സീസർ. ഇത് ഒരു 5 വർഷത്തോളം പ്രായമുള്ള പ്ലാന്റാണ് കേട്ടോ. നിറയെ ഉണ്ടായിട്ടുണ്ട് സീസർ. ഇതെൻ്റെ ഒരു കൊച്ചു കുടംപുളിയാണ് കേട്ടോ. ആദ്യമായിട്ട് കാ പിടിച്ചതാണ്. 5-6 കായോളം പിടിച്ചിട്ടുണ്ട്. കുടംപുളി. ഇതൊരു സീഡ്ലെസ് ഗോയാണ്. നല്ല ഇനം ഗോയാണ്, സീഡ്ലെസ്. ഇത് നമ്മൾ ചാമ്പ ചെയ്ത പോലെ ലെയറിങ് ചെയ്ത അത്തിയുടെ തൈകളാണ്. ഇത് ടർക്കിഷ് ബ്രൗൺ ആണ്. ഇതിൽ വിളവെടുപ്പ് കഴിഞ്ഞതാണ്, പക്ഷേ വീണ്ടും ഇതിൽ കാ പിടിച്ച് വരുന്നുണ്ട്. കണ്ടില്ല, ഇതൊക്കെ ലെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതൊക്കെ ഈ ലെയർ ചെയ്തൊക്കെ നമ്മൾ മുമ്പ് കട്ട് ചെയ്തെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇത് അലൂമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ചാണ് ലെയർ ചെയ്തിരിക്കുന്നത്. ഡയാന അത്തി. ഇത് വ്യത്യസ്തമായൊരു ഈജിപ്ഷ്യൻ അത്തിയാണ്. ഇസ്രായേൽ അത്തി. ഇത് ഈജിപ്ഷ്യൻ്റെ മറ്റൊരു ഇനമാണ്. ഇതെൻ്റെ പാകിസ്ഥാൻ ലെമണാണ്. ഇതിലിപ്പോൾ ഒരു 10-20 നാരങ്ങ നമ്മൾ പൊട്ടിച്ചായിരുന്നു. ഇപ്പോൾ അതെ വീണ്ടും ഇവിടെ നാരങ്ങ വലുതായി വരുന്നുണ്ട്. അപ്പോൾ തന്നെ ചെറിയ നാരങ്ങകളുണ്ട്. അപ്പോൾ തന്നെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. ഫ്ലവറിങ് നടക്കുന്നുണ്ട്. വർഷത്തിൽ 365 ദിവസവും ഇതിൽ നാരങ്ങയുണ്ട്. നല്ല ജ്യൂസിയാണ്, നല്ല ഫ്ലേവറാണ്. ഈ ഒരു കവറിലേക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിനധികം വേലില്ലേലും ഇത് കഴിക്കും. നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്ലോത്ത് ബാഗാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചട്ടിയിൽ നിന്നാണ് ഞാനിത് ഇതിലേക്ക് മാറ്റിയത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്ക് അന്നേരം അത് ചെയ്യാൻ പറ്റും. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 2 ദിവസം നന കുറയ്ക്കും. എന്നിട്ട് ഈ ചട്ടി നന്നായിട്ടൊന്ന് തട്ടി
വേണമെങ്കിൽ നിലത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉരുട്ടാം. ഉരുട്ടി ഒന്ന് തട്ടി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഇങ്ങ് വലിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് പോലും ഈസി ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ ഒരു 5-6 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളിത് നന കുറയ്ക്കുക. നന കുറച്ചിട്ട് ഇതൊന്ന് സൈഡൊന്ന് നന്നായിട്ട് തട്ടുക. ഇതിപ്പോൾ മൺചട്ടിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ തട്ടിയിട്ട് നന്നായിട്ട് തട്ടി കൊടുത്തിട്ട് അതിന് നമുക്കിങ്ങനെ നിലത്തൊക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടിയിട്ട് സൂക്ഷിക്കണം പൊട്ടി പോകാതെ ഇതിങ്ങോട്ട് കണ്ടോ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോകും. കണ്ടോ മറ്റു കവറിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെയുള്ള ഡ്രമ്മുകളിൽ ഇതേ സെയിം സിസ്റ്റത്തിൽ തന്നെ നമുക്ക് പ്ലാന്റ് പുറത്തെടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് വലിയ ഡ്രമ്മൊക്കെ ആകുമ്പോൾ നമ്മൾ എടുത്തിട്ട് കുറച്ച് വേരുകളൊക്കെ കട്ട് ചെയ്ത് കുറച്ചൊരു വലിയ ഡ്രമ്മിലേക്ക് മാറ്റി ഒരു 5-6 വർഷം കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് ജബോട്ടിക്കാബയുടെ ഒരു ബ്രാങ്ക എന്ന് പറഞ്ഞ വൈറ്റ് വെറൈറ്റിയാണ്. ഇതൊരു എയർപോർട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇത് പ്രക്കോഷിയുടെ ജെയിൻറ്റ് പ്രക്കോഷിയാണ്. നല്ല വലിപ്പമുള്ള ഫ്രൂട്ടാണ്, നല്ല മധുരമാണ്, സീഡ് ചെറുതാണ്. അപ്പോൾ എയർപോർട്ടിൽ വയ്ക്കുമ്പോൾ നമ്മൾ മഴമറയിൽ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ വളമൊക്കെ സൈഡ് വഴി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ചെറിയൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ വെക്കുന്നത് അതുപോലെ ഒരു ഓട് നല്ല മഴയത്ത് ഓടിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും ആ സൈഡിലും ഓട് വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ കനത്ത മഴയിൽ നിന്നുള്ള ഈ വളവും മണ്ണൊക്കെ തടയാനായിട്ട് കഴിയും. അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഞാൻ ഇതിങ്ങനെ വെച്ചിട്ടുള്ളൂ. പപ്പായ ഗോയാണ്, സപ്തഗിരി നഴ്സറിയുടെ ആണ്. തായ്ലാൻഡ് സീഡ്ലെസ് ഗോയാണ്. വളരെ ടേസ്റ്റ്, നല്ല നീളമുള്ള ഇനമാണ്, നല്ലൊരു ഗോയാണത്. ഇത് എഗ് വൈറ്റ് ചാമ്പയാണ്. എഗ് വൈറ്റ് സപ്തഗിരിയുടെ തന്നെ ചാമ്പയാണിത്. നല്ല ടേസ്റ്റുള്ള ഇനമാണ്. ഇത് സീഡ്ലെസ് ഒരു അവക്കാഡോയാണ്. ഇത് ഈന്തപ്പനയാണ്, ഡാർഫ് വെറൈറ്റിയാണ്. ഇത് പെട്ടെന്ന് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഫ്ലവർ ചെയ്യുന്ന ഒരു ഇനമാണ്. നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഇനമാണ്. അപ്പോൾ നമുക്കൊരല്പം മനസ്സുണ്ടെങ്കിൽ ഈന്തപ്പഴവും നമുക്ക് വിളയിച്ചെടുക്കാം. ഇത് ചട്ടിയിലും കായ്ക്കുന്ന ഡാർഫ് വെറൈറ്റി പൊലോസോപ്പയാണ്. കണ്ടോ വെച്ചിട്ട് 6 മാസമായുള്ളൂ. ലെയർ തൈയാണ്. ഇപ്പോൾ 2 കൊല ഇതിൽ പൂക്കൾ വന്നിരിക്കുകയാണ്. ഒലാസോപ്പ എന്ന് കേൾക്കുമ്പോൾ പലർക്കും നെറ്റി വിളിയും. പക്ഷേ ഞാനിത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, നല്ല ടേസ്റ്റുള്ള, നന്നായിട്ട് പഴുക്കണം. അത് പ്ലാന്റിൽ കിടന്ന് തന്നെ പഴുക്കണം. കഴിച്ചാൽ നല്ല ടേസ്റ്റും നല്ല ചക്കരയുടെ അതേ രുചി. എല്ലാവർക്കും ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊലോസോപ്പയായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ഡാർഫ് പൊലോസോ അല്പം ഒന്ന് മെനക്കെട്ടാൽ നമുക്ക് ബ്ലാക്ക്ബെറി കണ്ടില്ലേ, ഇത് നമ്മുടെ ട്രോപ്പിക്കൽ നന്നായിട്ടുണ്ടാകുന്ന ബ്ലാക്ക്ബെറിയാണ്. എനിക്കിത് ഫസ്റ്റ് ടൈം കാ പിടിച്ച് വരുന്നുണ്ട്. ബ്ലാക്ക്ബെറി, അതുപോലെ നമുക്ക് മനസ്സും ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ റാസ്ബെറി, മൈസൂർ റാസ്ബെറി ഉണ്ട്, ഹിമാലയൻ റാസ്ബെറി ഉണ്ട്. അതുപോലെ ബ്ലൂബെറിയുടെ പുതിയൊരു ട്രോപ്പിക്കൽ FR097 എന്നുള്ള ഇനം നമുക്ക് വരുന്നുണ്ട്. നമുക്കിവിടെ ബ്ലൂബെറി ഫ്ലവർ ചെയ്ത് കാച്ചതാണ്. നമുക്ക് അല്പം മണ്ണും മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിൽ ആ ഫ്രൂട്ടുകളൊക്കെ വിളയിച്ചെടുക്കാൻ കഴിയും. ഡ്രമ്മിൽ നട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് ഇത്. വിയറ്റ്നാം മാൾട്ട മൊസംബിയാണ്. കണ്ടില്ലേ, നിറയെ ഫസ്റ്റ് ടൈം ഫ്ലവർ ചെയ്താണ്. ഒരു 10-18ഓളം കായ്കൾ ഇതിൽ പിടിച്ചിട്ടുണ്ട്. കൊല കുത്തിയാണ് ഉണ്ടായേക്കണേ. നല്ല മധുരമുള്ള ഇനമാണിത്. നമുക്ക് വിളയിച്ചെടുക്കാൻ കഴിയും. ഇന്ത്യൻ മുസംബിയുണ്ട്, അതുപോലെ യെല്ലോ മുസംബിയുണ്ട്. അങ്ങനെ മുസംബിയുടെ പല വെറൈറ്റികൾ നമുക്കിവിടെ കായ്ക്കുന്നുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ ചൈനീസ് മാൻഡറിനാണ്. ഫസ്റ്റ് ടൈം ഫ്ലവർ ചെയ്താണ്. ഒരു 7-8ഓളം ഓറഞ്ച് ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്. മാൻഡറിൻ കണ്ടില്ലേ, ഇവിടെ മാൻഡറിൻ ഓറഞ്ച്.